ഇന്ന് തൈപ്പൂയ ആയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. എണീറ്റ പാടെ തന്നെ ഞാൻ ബ്ലിങ്കിറ്റിൽ കുറച്ച് പൂവും വെറ്റിലയും നെയ്യൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. തലേന്ന് ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പിന്നെ പൂവൊക്കെ വാടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെയാണ് ഓർഡർ ചെയ്തത്. അതുപോലെ തന്നെ ചിരാതും എല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു തട്ടിലാണ് പൂക്കളൊക്കെ വെച്ചിട്ട് ഒരു അലങ്കാരം പോലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ചെണ്ടുമല്ലി ഒക്കെ പിച്ചിയിട്ടിട്ട് പിന്നെ കുറച്ച് ജമന്തിയും കൂടെ വെച്ച് അലങ്കരിച്ച് അതെല്ലാം കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് അങ്ങോട്ട് നോക്കുമ്പോൾ പ്രത്യേക ഒരു സമാധാനമാണ്, പ്രത്യേക ഒരു ഐശ്വര്യമാണ്. അത് വിളക്കെത്തിക്കുന്നവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ നല്ല രസമാണ്. അലങ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഭാഗത്തേക്ക് ഓരോ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ നമ്മളെ നോക്കി ചിരിക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് നമ്മൾ ഇതുവരെ പോകാത്ത ഒരു അമ്പലത്തിലാണ് പോകുന്നത്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഉദയംപേരൂരാണ് ഈ ഒരു അമ്പലം വരുന്നത്. ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മളങ്ങനെ അമ്പലത്തിലെത്തി കുറച്ച് വഴിപാടൊക്കെ കഴിച്ച് നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുത് ഇറങ്ങി. അവിടെ പുഷ്പാഞ്ജലിയായിട്ട് നമുക്കിങ്ങനെ ഒരു പഴമൊക്കെ വെച്ചിട്ടുള്ളതാണ് കിട്ടുന്നത്. അതെല്ലാം കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു ചായ കുടിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് ഒരു വാട്ടർമെലൺ ജ്യൂസും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തതാണ്. പക്ഷേ എനിക്കിത് വോയിസ് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ റീപോസ്റ്റ് ചെയ്യുന്നതാണ്. ഇന്നലെ നമ്മളിതെല്ലാം കണ്ടിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് മീമി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ചില സർവീസിൻ്റെ കാര്യം മാത്രം ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഫിഷ് കറി മീൽസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് മീൽസിൻ്റെ ഒപ്പമുള്ള ഫിഷ് കേരയായിരുന്നു. അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ചെമ്മീനും നത്തലും ഫ്രൈയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈഡൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. നല്ല ക്വാളിറ്റി ഫുഡൊക്കെയാണ്. ചെമ്മീൻ റോസ്റ്റ് മാത്രമേ നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഫിഷ് കറി മീൽസൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോയെന്നും കൂടെ നിങ്ങൾ ഉറപ്പ് വരുത്തുക. കാരണം നമ്മൾ ഫിഷ് കറി മീൽസ് പറഞ്ഞിട്ട് അതിൻ്റെ ഒപ്പമുള്ള കേര നമുക്ക് കിട്ടിയില്ലായിരുന്നു. ഞങ്ങളും അത് മറന്നുപോയി. അവസാനം ബില്ലിൻ്റെ അവിടെ എത്തിയപ്പോൾ ഫിഷ് കറി മീൽസിൻ്റെ റേറ്റ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ പറയണത് ഫിഷ് കിട്ടിയില്ലെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ല, നമുക്ക് ഫിഷ് തന്നില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവർ റേറ്റ് കുറച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.